പറവൂർ വൈപ്പിൻ മേഖലകളിൽ ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന പറവൂർ കേബിൾ വിഷന്റെ നവീകരിച്ച പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി സുരേഷ് നിർവഹിച്ചു. മുഖ്യാതിഥിയായി ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദിഖ് സന്നിഹിതനായി. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി പറവൂർ വൈപ്പിൻ മേഖലകളിൽ കേബിൾ TV, ഇന്റർനെറ്റ് എന്നീ സർവീസുകൾ നടത്തിവരുന്നതും പറവൂർ വൈപ്പിൻ മേഖലയിൽ ജനപ്രീതിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതുമായ പറവൂർ കേബിൾ വിഷന്റെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്മാരക സർവീസ് സഹകരണ ബാങ്കിന്റെ പെരുമ്പടന്ന ജംഗ്ഷനിലുള്ള ബിൽഡിംഗിൽ നവീകരണം പൂർത്തിയാക്കിയ PCV കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി സുരേഷ് നിർവഹിച്ചു. സൂചിപ്പിച്ചതുപോലെ കേബിൾ TV എന്ന രീതിയിൽ നമ്മൾ ആരംഭിച്ചു. ആ സാങ്കേതിക വിദ്യ വളരുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രവർത്തനങ്ങളെയും നമ്മൾ ചിട്ടപ്പെടുത്തി കൊണ്ടുവന്നു. ബ്രോഡ്ബാൻഡ് തുടങ്ങിയ ഘട്ടത്തിൽ ആ രംഗത്തേക്ക് നമ്മൾ പ്രവേശിച്ചു. തുടക്കം മുതൽ നമ്മളുടെ കോമ്പറ്റേറ്റീവ്, അതായത് എതിരാളികൾ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ കുത്തക കമ്പനികളായിരുന്നു. ആ കമ്പനികളോട് എതിരിട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുമായി മത്സരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നേട്ടങ്ങൾ ഇവിടെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് മലയാളം MD അബൂബക്കർ സിദ്ദിഖ് ചടങ്ങിൽ മുഖ്യാതിഥിയായി. കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും അവർക്ക് താങ്ങാൻ കഴിയുന്ന നിരക്കിൽ കേബിൾ TV സേവനവും ഇന്റർനെറ്റ് സേവനവും മറ്റേത് പ്രൊവൈഡർമാർ നൽകുന്നതിനേക്കാൾ നന്നായി നൽകുന്ന വിഭാഗമാണ് കേരള വിഷൻ കേബിൾ TV ഓപ്പറേറ്റർമാർ. ഈ രംഗത്ത് ഇന്ത്യയിലാകെ വൻകിട കോർപ്പറേറ്റുകളാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം റിലയൻസ് ഉൾപ്പെടെയുള്ള കമ്പനികളാണ്. അത് ഇന്റർനെറ്റ് ആയാലും കേബിൾ രംഗത്തായാലും അത്തരം കമ്പനികളാണ്. എന്നാൽ ഇന്ന് വേറിട്ട് സാധാരണ ഓപ്പറേറ്റർമാർ ഈ സേവനം അവർ നൽകുന്നതിനേക്കാൾ നല്ല രീതിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാർ ഈ സേവനവും ഈ സംവിധാനവും പടുത്തുയർത്തിയത് കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരം വാടക കെട്ടിടങ്ങളിൽ ഒക്കെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെറിയ രീതിയിൽ, ചെറിയ ഓഫീസുകളൊക്കെ ആയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. പിന്നീട് ഘട്ടം ഘട്ടമായി കൺസ്യൂമർക്ക് നല്ല സേവനങ്ങൾ നൽകുന്നതിന് വിപുലമായ ഓഫീസ് സംവിധാനങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം. PCV ചെയർമാൻ VV വിനീഷ് അധ്യക്ഷത വഹിച്ചു. ഒരുമിച്ച് കൂടാനൊരിടം ഇത്രയും കാലം നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് മാറുന്നുണ്ട്. നമുക്കൊരു ഇടം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നന്ദി പറയേണ്ടത് നമ്മളുടെ കേരള വിഷൻ ചാനൽ. അവരാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കി തന്നത് അവരാണ്. എന്നാൽ ഈ ഒരു ചാനൽ എങ്ങനെ കൊണ്ടു നടക്കണം, അതുതന്നെ ഈ ഒരു കേബിൾ ഓപ്പറേറ്റർ എങ്ങനെയായിരിക്കണം, ആ രീതിയിലേക്ക് അവർ നമുക്കൊരു നല്ലൊരു സ്ട്രക്ചർ ഉണ്ടാക്കി തരാനായിട്ട് കേരള വിഷനാണ് നമുക്ക് സഹായിച്ചത്. ചടങ്ങിൽ PCV ഡയറക്ടർ KN ഷിബു സ്വാഗതം അർപ്പിച്ചു. ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ മേഖലയിലെ ഓപ്പറേറ്റർമാർ ഇന്ന് ഈ കാണുന്ന വിധത്തിൽ എത്തിയിരിക്കുന്നത്. ഒരുപാട് സമരമുഖങ്ങൾ, അതിൻ്റെ പുറകിൽ ഉണ്ടാകുന്ന ഒരുപാട് കഷ്ടപ്പാടുകൾ, KSEBയും മറ്റുമായിട്ടുള്ള കലഹങ്ങൾ, അതൊക്കെ തരണം ചെയ്തുകൊണ്ട് സാധാരണ ഒരു കേബിൾ TV രംഗത്തേക്ക് പിടിച്ചു നിന്ന അതിലപ്പുറത്തേക്കും ഇന്റർനെറ്റും മറ്റു സേവനാധിഷ്ഠിതമായ മുഖങ്ങൾ തുറന്നുകൊണ്ട് കരുത്തും ഓജസ്സും ഒക്കെ പകർന്നത് ഇവിടെ നാട്ടുകാരും ഞങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികളും ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ഒക്കെയാണ്. CPIM ഏരിയ സെക്രട്ടറി TV നിതിൻ, കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് MS റെജി, CPI പറവൂർ മണ്ഡലം സെക്രട്ടറി AM ഇസ്മായിൽ, BJP പറവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് TA ദിലീപ്, GSSS ബാങ്ക് പ്രസിഡന്റ് KK സുധി, ഡയറക്ടർ CA രാജീവ്,
കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ രജനീഷ് PS, ജില്ലാ സെക്രട്ടറി ബിജു ജോസഫ്, സംസ്ഥാന കമ്മിറ്റി അംഗം സുധീഷ് പട്ടണം, ജില്ലാ ട്രഷറർ TS സന്തോഷ്, പറവൂർ മേഖലാ പ്രസിഡന്റ് ബെന്നി CF, സെക്രട്ടറി ഷിയാസ് റഹിമാൻ, മെട്രോ 7 ഡയറക്ടർ രാജീവ് തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. ഇതൊരു നമ്മളോടുള്ള മുന്നോട്ടുള്ള കാൽവയ്പിൽ ഇത് നമ്മൾക്ക് നല്ല ഒരു ഉയർച്ച കിട്ടുവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇതുകൂടാതെ ഞാനൊരു 15 വർഷം ബാക്കിലോട്ടൊന്ന് പോവുകയാണ്. അന്ന് ഞാൻ ACവിലായിരുന്നു. അന്ന് 2010 20,000 കണക്ഷൻ ആഘോഷിച്ച ACയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 കണക്ഷനിൽ താഴെ ഡിജിറ്റലും അത്രത്തോളം തന്നെ ബ്രോഡ്ബാൻഡും ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്, കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെച്ചപ്പെട്ട സേവനവും നമ്മളോടുള്ള ജനങ്ങളുടെ സ്വീകാര്യതയുമാണ്. ആ സ്വീകാര്യത എപ്പോഴും നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണം. പറവൂർ മേഖലയുടെ കീഴിലെ PCB ഇങ്ങനെയൊരു ഹാള്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ജില്ലയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ ഈ കൂട്ടായ്മ മുന്നോട്ട് കൊണ്ടുപോകണം. കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താൻ ഇതൊരു പ്രചോദനമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. ആശാവഹമായ ഒരു കൂട്ടായ്മയിലൂടെ വളരെയധികം മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ തുടർന്നും ഞങ്ങൾക്ക് ഉദ്ഘാടനങ്ങൾ നിർവഹിക്കാൻ സാധിക്കട്ടെ എന്ന് എനിക്ക് തോന്നുന്നു. കേരളത്തിലെ പറവൂർ ഭാഗത്ത് ഈ ഒരു ഹോളും ഇവിടുത്തെ പ്രവർത്തനങ്ങളും വിപുലീകരിക്കുന്നതിന് സഹായകരമാകും. ഇന്ത്യയിലെ തന്നെ ഡിജിറ്റൽ രംഗത്ത് 4ാം സ്ഥാനത്തും ബ്രോഡ്ബാൻഡ് രംഗത്ത് 6ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള വിഷൻ കമ്പനിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിക്കുന്നതിനും ഈ ഭാഗത്ത് വ്യാപിപ്പിക്കുന്നതിനും വേണ്ടി ഈ ഹോൾ ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് PCB മാനേജിംഗ് ഡയറക്ടർ ജോയ് OA ചടങ്ങിൽ നന്ദി അറിയിച്ചു. ഞങ്ങളെ സംബന്ധിച്ച് PCBയെ സംബന്ധിച്ച് വളരെയേറെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. വർഷങ്ങളായി ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു മീറ്റിംഗ് ഹാളിൽ ഇരുന്ന് കൂടുക. സ്വന്തമായിട്ടൊരു മീറ്റിംഗ് ഹാളിൽ ഞങ്ങൾ ചെറായി, വരാപ്പുഴ അങ്ങനെ പല സ്ഥലങ്ങളിലായി ഓടി നടന്ന് മീറ്റിംഗ് കൂടി കൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നു. ഏതായാലും ഇന്നത്തെ ഈ സുദിനത്തിൽ ഞങ്ങൾ എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട്. കൊച്ചി, ആലുവ, പിറവം, കോതമംഗലം മേഖലാ പ്രതിനിധികളും മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. കേബിൾ വിഷന്റെയും മുസിരീസ് ടുഡേയുടെയും മാതൃസ്ഥാപനവും ദക്ഷിണേഷ്യയിലെ ഏറ്റവും വലിയ ഇന്റർനെറ്റ് കേബിൾ TV സ്ഥാപനവുമാണ് കേരള വിഷന്റെ പറവൂർ കേബിൾ വിഷൻ. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.